മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന ഹൈക്കോടതി. ജാമ്യ ഉത്തരവ് 3:30 ഉണ്ടാകും. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. കാളിദാസൻ, ഹണിറോസിന്റെ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച വിശദമായൊരു ഉത്തരവ് 3:30 ഉണ്ടാവുക. എന്തായാലും നിരവധി കാര്യങ്ങൾ, നിരവധി വാദങ്ങൾ ഹൈക്കോടതിയിൽ ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഉയർന്നിരുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാനാകില്ല എന്ന് തന്നെയാണ് കോടതിയും നിരീക്ഷിക്കുന്നത്. കോടതിയും പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനു മുൻപും സർക്കാർ ഭാഗം അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പും നിരവധി തവണയായി ഈ ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി വരുന്നയാളാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിരവധിയായി നടത്തുന്ന ആളാണ്. അതേസമയം കോടതി ഇതിൽ കൃത്യമായൊരു മറുപടി, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ദ്വയാർത്ഥ പ്രയോഗം, ഈ ഒരു നടിയെ സ്റ്റേജിൽ നിർത്തി ദ്വയാർത്ഥ പ്രയോഗം ബോബി ചെമ്മണ്ണൂർ നടത്തിയപ്പോഴും ഈ ഒരു നടി അത്തരത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ നടി അവരുടെ മാന്യത പാലിച്ച് നിൽക്കുകയാണ് ചെയ്തത് എന്നുള്ള തരത്തിലാണ് കോടതി അടക്കം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായും പറയാനാകില്ല എന്നൊരു നിരീക്ഷണമാണ് കോടതി പറയുന്നത്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നും കസ്റ്റഡിയിലേക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു കസ്റ്റഡി ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാകാം ഇത്തരത്തിലൊരു ജാമ്യത്തിലേക്ക് നീങ്ങുന്നതും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കുറ്റം പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ട്. സ്ഥിരമായി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്നുകൂടി കോടതിയും അതേപോലെ തന്നെ സർക്കാർ ഭാഗം അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ജാമ്യം ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് കസ്റ്റഡി ആവശ്യം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഉത്തരവ് 3:30 വരുന്നത്. ആ ഒരു ഉത്തരവ് വന്നതിന് ശേഷമാണ് കൃത്യമായി എന്തൊക്കെ ഉപാധികളാണ് ഈ ഒരു ജാമ്യത്തിൽ അനുവദിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ ഒരു ഉത്തരവിന് ശേഷമായിരിക്കും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് എപ്പോഴത്തേക്ക് പുറത്തിറങ്ങാനാകും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക. ഇപ്പോൾ 5 ദിവസത്തിൽ കൂടുതലായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയുകയാണ്. ജനുവരി 5 ഇത്തരത്തിലൊരു വാർത്ത, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിവാദം കേരളത്തിൽ കത്തിപ്പടരുന്നത്. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷമാണ് ബോബി ചെമ്മണ്ണൂർ പിന്നീട് ജയിലിലാകുന്നത്, അല്ലെങ്കിൽ റിമാൻഡിലാകുന്നത്. പിന്നീട് വലിയ രീതിയിൽ ഈ ഒരു കേസ് പിന്നീട് ഇപ്പോഴാണ് പരിഗണിക്കുന്നത്. ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു രഹസ്യമൊഴി, നടി നൽകിയൊരു രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന് കൂടുതൽ ബലം വന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കുറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായും പറയാനാകില്ല. എന്നിരുന്നാലും കസ്റ്റഡി ആവശ്യം ഇല്ലാത്തൊരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് ഒരു ജാമ്യം അനുവദിക്കാം എന്നുള്ള തരത്തിലേക്കൊക്കെ കോടതി നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായൊരു ഉത്തരവ് 3:30 തന്നെ ലഭിക്കും. ആ ഒരു ഉത്തരവ് ലഭിച്ചതിന് ശേഷം നമുക്ക് കൃത്യമായി അറിയാം എന്തൊക്കെ ഉപാധികളാണ് ഈ ഒരു ജാമ്യത്തിന് അനുവദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ നിന്ന്, റിമാൻഡിൽ നിന്ന് മോചിതനാക്കാനുള്ള മറ്റു നടപടികൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരും സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആതിര. ശരി കാളിദാസൻ, ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന ഹൈക്കോടതി. ജാമ്യ ഉത്തരവ് 3:30 ഉണ്ടാകും. ഹണിറോസിന്റെ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. വ്യവസ്ഥകളോടെയാണ് ജാമ്യം. വിശദ ഉത്തരവ് 3:30 ഉണ്ടാകും. ബോബി കുറ്റം ചെയ്തില്ലെന്ന് പറയാനാവില്ലെന്ന് കോടതി. ദ്വയാർത്ഥ പ്രയോഗം ഇല്ലെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് കാളിദാസൻ.